പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല എരിവും പുളിയും മധുരവും ഒക്കെ കൂടിയ നല്ല കിടിലൻ ടേസ്റ്റിലൊരു അച്ചാറിൻ്റെ റെസിപ്പി ഒന്ന് കാണാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലൊരു പച്ചമുന്തിരി അച്ചാറാണ്. അതിനായിട്ട് 1 കിലോ അളവിൽ മുന്തിരി കഴുകി വൃത്തിയായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നല്ല മധുരമുള്ള മുന്തിരിയാട്ടോ. ഇനിയൊരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഇതിലേക്ക് എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഉലുവയൊന്ന് ഇട്ട് കൊടുക്കാം. ഉലുവയൊന്ന് കളർ മാറി വരുമ്പം അതേ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില, ഒരു വലിയ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 2 കുടം വെളുത്തുള്ളി ചേർത്ത് നന്നായി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾ എടുക്കുന്ന മുന്തിരിയുടെ അളവനുസരിച്ച് വേണം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്ന് കഴിയുമ്പം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം, ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ. ഇനി ഇതിലേക്ക് വിനാഗിരി ചേർക്കാം. ഞാനിപ്പം 1 കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പുളിയുള്ള മുന്തിരിയാണെങ്കിൽ വിനാഗിരി ചേർക്കണ്ട. വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പം ഇതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വേവാനൊന്നും ഇല്ല, ചെറുതായിട്ടൊന്ന് ആവി കയറിയാൽ മതി. ആവി കയറുമ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളം കൂടെ ഇറങ്ങി വരും. അതും കൂടെ വേണമെന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാം, ഇല്ലെങ്കിൽ ആ വെള്ളം കൂടെ ഇരുന്നോട്ടെ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെ ഉലുവ പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. കുറച്ചും കൂടെയൊക്കെ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുന്തിരി അച്ചാർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറ്, ചപ്പാത്തി എന്നിവയുടെ കഴിക്കാൻ സൂപ്പറാട്ടോ. നല്ല എരിവും പുളിയും മധുരവും ഒക്കെ ചേർന്ന നല്ലൊരു ടേസ്റ്റ് തന്നെയാട്ടോ ഇതിന്. ഇപ്പം മുന്തിരിയുടെ ഒക്കെ സീസണല്ലേ, ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഈ ഒരു സീസൺ കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി അച്ചാർ കഴിക്കാവുന്നതാണ്. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് മുന്തിരി ഹൽവയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്